ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ. സൂസൻ ജാഫർ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. എന്തൊക്കെ വായിച്ചാലും നാം ഉള്ളിൽ താലോലിക്കുന്ന ചില പേടികളുണ്ട്. അതിനെ നാം മറികടക്കാറില്ല. ഒരുപക്ഷെ മറികടക്കാൻ ശ്രമിക്കാറില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള എൻ്റെ ഒരു ഭയമായിരുന്നു പട്ടികളോടൊരു പേടി. പട്ടികളെ കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാറാണ് പതിവ്. ഡൽഹിയിലൊക്കെ പോയപ്പോൾ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഒന്ന് ഉൾവലിയാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്ക് ഒരു പട്ടി വരുന്നു. വളരെ സൗഹൃദഭാവം കാണിക്കുന്നു. ആദ്യം അതിനെ കാണുമ്പോൾ ഞാൻ പേടിച്ച് കരഞ്ഞിരുന്നു. ഇടയ്ക്കൊക്കെ ആളുകൾ രക്ഷയ്ക്കെത്തിയിരുന്നു. പിന്നെ മനസ്സിലായി എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ നമ്മുടെ രക്ഷയ്ക്കെത്തില്ല. അങ്ങനെ ഞാൻ ആ പേടിയെ മറികടന്നു. ആ പേടിയെ മറികടന്നത് മാത്രമാണ് പിന്നീട് പ്രശ്നമായി മാറിയത്. ഇന്നലെ കുറച്ച് ആളുകൾ, അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ആളുകൾ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ആ പട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട്, മീൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് അത് ഈ പരിസരം വിട്ടു പോകാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുറച്ച് ഭയമൊക്കെ ഉണ്ട്. കാരണം ചെറിയൊരു കുട്ടിയുണ്ട്. അവനെ പട്ടി എന്തെങ്കിലും ചെയ്താലോ? തെരുവുനായല്ലേ. എന്നിരുന്നാലും ആളുകളെ സമ്മതിക്കണം. തെരുവുനായ വന്നു കൂടിയതിനുള്ള ഉത്തരവാദിത്തം പോലും ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ ഒന്നിനെയും അമിതമായിട്ട് സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ പരിഗണിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം മാത്രമാണ് ചെയ്തത്. എൻ്റെ പേടിയെ, പട്ടിയോടുള്ള എൻ്റെ പേടിയെ ഒന്ന് മറികടന്നു. അതിന് എന്തിനാണ് എന്നെ ക്രൂശിക്കുന്നത്? എന്തൊരു സമൂഹമല്ലേ. വെറുതെ അല്ല ആളുകളൊന്നും പല പേടികളിൽ നിന്നും ഒരിക്കലും രക്ഷ നേടാത്തത്. അതിന് അവരുടെ ഉള്ളിലെ ചില ചിന്തകൾ മാത്രമല്ല കാരണമാകുന്നത്. ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒരു കാരണമാണ്. സോ നെവർ മൈൻഡ് എന്ന് പറയില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സ് ഈസ് എ സോഷ്യൽ എലിമെൻറ്റ്. സമൂഹമേ, ആരെങ്കിലുമൊക്കെ ചില പേടികൾ മറികടന്നോട്ടെ. അവരുടെ കൂടെ നിന്നില്ലെങ്കിലും തളർത്തരുത്.